എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു മഷിക്കുപ്പി വരയ്ക്കാം. ഞാനിവിടെ ഓൾറെഡി പെൻസിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡും, കളറ് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളറും, ബ്രഷുകൾ RTOS എന്ന കമ്പനിയുടെ ബ്രഷുകളുമാണ്. ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് കുറേ കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും. നല്ല തെളിഞ്ഞ വെയിലിലാണ് ഈ കുപ്പി ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ആകാശത്തിൻ്റെ നീല റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ ചെറിയൊരു ബ്ലൂ ടോൺ ഞാൻ കൊടുക്കുകയാണ്. ഈ പെയിൻറ്റിങ് ഏതാണ്ട് മോണോക്രോം ടോണിലുള്ള ഒരു പെയിൻറ്റിങ്ങാണ്. ബ്ലാക്കും ഗ്രേയുമാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് കളേഴ്സും ഞാൻ ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളറ് പൈൻസ് ഗ്രേ എന്ന കളറാണ്. പൈൻസ് ഗ്രേ ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന എന്നാൽ ബ്ലൂവിൻ്റെ അംശം കൂടുതലുള്ള ഒരു കളറാണ്. പൈൻസ് ഗ്രേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഞാൻ ഈ പൈൻസ് ഗ്രേ മാത്രം ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ തന്നെ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടത്തിയിട്ടുണ്ട്. പൈൻസ് ഗ്രേ, ഫ്രഞ്ച് അൾട്രാമറൈൻ, ബേൺഡ് അംബർ ഇങ്ങനെയുള്ള ചില കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ പെയിൻറ്റിങ്ങിന് കുറേ കൂടി ഒരു വാട്ടർ കളർ സ്വഭാവം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് അതിനേക്കാൾ അല്പം ഡെൻസിറ്റി കൂടിയ പെയിൻറ്റ് വയ്ക്കുമ്പോൾ അത് തമ്മിൽ കലർന്ന് കിടന്നിട്ട് ബ്ലേഡായിട്ടുള്ള റിഫ്ലക്ഷൻസ് കിടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഏറ്റവും ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങളിൽ പ്യുവർ പേപ്പർ വൈറ്റ് വിട്ടിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങളിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഈ ഭാഗത്ത് ചെറുതായി ഒരു വയലറ്റ് ടോൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചിത്രം ഉൾപ്പെടെ ഇതുവരെ വരച്ച എല്ലാ ഒബ്ജക്റ്റുകളും സിമ്മെട്രിക്കൽ ഒബ്ജക്റ്റുകളാണ്. നടുക്ക് വച്ച് മുറിച്ചാൽ രണ്ട് പാതിയും ഒരേപോലെ ഇരിക്കുന്ന ഒബ്ജക്റ്റുകളെയാണ് സിമ്മെട്രിക്കൽ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് വരച്ച ഒബ്ജക്റ്റുകളിൽ നിന്നും ഈ ഒബ്ജക്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വരച്ച ഒബ്ജക്റ്റുകൾ സവോള, മത്തങ്ങ, അടയ്ക്ക എന്നിവയായിരുന്നു. അവ പ്രകൃതിയിൽ തനിയെ ഉണ്ടാകുന്ന ഒബ്ജക്റ്റുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മഷിക്കുപ്പി മാൻമെയ്ഡായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. ഈ മാൻമെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ മെഷീൻ മെയ്ഡായിട്ടുള്ള ഒബ്ജക്റ്റിന് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒബ്ജക്റ്റുകളേക്കാൾ കൂടുതൽ കൃത്യത അല്ലെങ്കിൽ കണിശത അതിൻ്റെ ഷേപ്പിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മത്തങ്ങ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വശം അല്പം വലുതോ ചെറുതോ ആയാലും വലിയ പ്രശ്നം കാണുന്ന ആൾക്ക് തോന്നില്ല. പക്ഷേ ഇത്തരം ഒരു മാൻമെയ്ഡ് ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വശം അല്പം ഷേപ്പ് വ്യത്യാസം വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും.
അതിൻ്റെ ഒരു വശം അല്പം ഈ ഇടത് സൈഡിൽ അല്പം വയലറ്റ് ടോൺ വയ്ക്കുകയാണ്. ഇത് ഈ താഴെയുള്ള വൈറ്റ് സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റാണ്. ഇവിടെ ലൈറ്റായിട്ട് പ്രഷ്യൻ ബ്ലൂ വയ്ക്കുകയാണ്. സാപ്പ് ഗ്രീൻ ലൈറ്റായിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കുകയാണ്. സാപ്പ് ഗ്രീനും പ്രഷ്യൻ ബ്ലൂവും ബേൺ നമ്പറും ചേർത്തിട്ടുള്ളൊരു ഡാർക്ക് ടോൺ ഇവിടെ വയ്ക്കുകയാണ്. ഞാൻ ഈ വാട്ടർ കളർ വർക്ക്ഷോപ്പുകളൊക്കെ എടുക്കുമ്പോൾ കാണാറുള്ളൊരു കാര്യം, കുട്ടികൾ വളരെ ചെറിയ പാത്രത്തിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. അത് ഈ പെയിൻറ്റിൽ മിക്സ് ചെയ്യാമെന്നുള്ള നിലയ്ക്കാണ് അവർ എടുക്കുന്നത്. പക്ഷേ പെയിൻറ്റിൽ മിക്സ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് ബ്രഷ് വാഷ് ചെയ്യാനാണ് നമുക്ക് വെള്ളം വേണ്ടത്. നമ്മൾ പല കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഓരോ തവണ കളർ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രഷ് നന്നായിട്ട് വാഷ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ബ്രഷിലിരിക്കുന്ന പെയിൻറ്റ് നമ്മൾ രണ്ടാമത് മിക്സ് ചെയ്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന പെയിൻറ്റുമായിട്ട് കലർന്നിട്ട് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള കളേഴ്സായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് വലിയൊരു മഗ്ഗിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് വേണം പെയിൻറ്റിങ് തുടങ്ങാനായിട്ട്. നമ്മൾ ഇതുവരെ വരച്ച ഒബ്ജക്റ്റുകളൊന്നും തന്നെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റുകളായിരുന്നില്ല. ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുപ്പി ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇതിൽ ഇങ്ക് വരുന്ന ഭാഗത്ത് ലൈറ്റ് പാസ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാ ഭാഗത്തും ലൈറ്റ് പാസ് ചെയ്യുന്നതാണ്. അതുതന്നെയല്ല, ഗ്ലാസ് കൊണ്ടുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് ലൈറ്റിനെ വളരെ തീവ്രമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മഷിക്കുപ്പിയുടെ പുറത്തുള്ള സ്റ്റിക്കറിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതിൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഈ പെയിൻറ്റിങ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലെ ലെറ്റേഴ്സ് ഒഴിവാക്കുന്നത്.
പൈൻ സ്ക്രീ തന്നെ അല്പം വെള്ളം കുറച്ച് പെയിൻറ്റിൻ്റെ അംശം കൂട്ടിയിട്ടാണ് ഇപ്പോൾ വച്ചത്. ഈ കുപ്പിയുടെ അടിഭാഗത്ത് ഇപ്പോൾ തന്നെ അതിനൊരു പളുങ്ക് സ്വഭാവം വന്നിട്ടുള്ളതായി കാണാൻ പറ്റും. അല്പം വെള്ളം കുറച്ച് പെയിൻറ്റിൻ്റെ അംശം കൂട്ടിയിട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഈ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സെക്കൻഡ് ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക് ഷേപ്പുകൾ വരയ്ക്കാനാണ് ഏറ്റവും പ്രയാസം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഉദാഹരണത്തിന് ഒരു സർക്കിളോ ഒരു കോണോ വരയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസം അതിൻ്റെ മെഷർമെൻറ്റിൽ വന്നാൽ പോലും അതതിൻ്റെ ഷേപ്പിനെ കാര്യമായിട്ട് ബാധിക്കും. പക്ഷെ പ്രകൃതിയിൽ കാണപ്പെടുന്ന സിമെട്രിക്കൽ ഒബ്ജക്റ്റുകളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മത്തങ്ങ എടുത്താൽ അതിൻ്റെ രണ്ട് പാതിയും പെർഫെക്റ്റായിട്ട് സിമെട്രിക്കലായിരിക്കില്ല. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം ഡ്രോയിങ്ങിൽ വന്നാലും അത് ആ പെയിൻറ്റിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇനി സിമെട്രിക്കൽ അല്ലാത്ത ഒബ്ജക്റ്റുകളുടെ കാര്യത്തിൽ നമുക്ക് കുറേ കൂടി ഫ്രീഡം ഉണ്ട്. ഉദാഹരണത്തിന് ഒരു മേഘക്കൂട്ടമോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഇലച്ചാർത്തുകളോ വരയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് വരച്ചില്ലെങ്കിലും ഈ ചിത്രം കാണുന്നയാളെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. റിഫ്ലക്ഷൻസ് വരുന്ന ഭാഗത്ത് വളരെ ശ്രദ്ധാപൂർവം ഒഴിവാക്കിയിട്ട് വേണം ലെയേഴ്സ് വയ്ക്കാനായിട്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഒരു ഗ്ലാസിൻ്റെ സ്വഭാവം വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഒബ്ജക്റ്റ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റ് വരച്ച് പഠിക്കുമ്പോൾ അത് ഗ്ലാസ്സായിട്ട് തന്നെ കാണുന്നവർക്ക് ഫീൽ ചെയ്യണം. അതൊരു അലൂമിനിയം കൊണ്ടുള്ള ഒബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലേ കൊണ്ടുള്ള ഒബ്ജക്റ്റായിട്ടോ തോന്നരുത്. അത്തരത്തിലുള്ള ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റ് സ്റ്റഡിയുടെ പ്രധാന ഉദ്ദേശം. നമ്മൾ ബ്രഷിൽ പെയിൻ്റ് എടുക്കുമ്പോൾ ഈ ബ്രഷിൽ എക്സസ് ആയിട്ടുള്ള പെയിൻറ്റ് ഒപ്പിക്കളയാനായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് പെയിൻറ്റിങ്ങിൻ്റെ സൈഡിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ കുപ്പിയുടെ അടിഭാഗത്ത് ഏറ്റവും ഡാർക്കായിട്ടുള്ള ടോൺസ് വയ്ക്കുകയാണ്.
ഒരു ലെയർ വയ്ക്കുമ്പോൾ അതിൽ പരസ്പരം ലയിച്ച് കിടക്കേണ്ട കളേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നല്ല ധാരണ വേണം. ആ ലെയർ വെച്ച് അത് പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അടുത്ത ലെയർ നമ്മൾ വയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഷാഡോ ചെയ്തു തുടങ്ങാം. നല്ല തെളിഞ്ഞ വെയിലുള്ള ദിവസമാണെങ്കിൽ ആകാശത്ത് നീല നിറം കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ ആ നീല ഈ ഷാഡോയിലും വീണ് കിടക്കും. ഈ തെളിഞ്ഞ വെയിൽ നന്നായിട്ട് വീഴുന്ന ഭാഗത്ത് ഈ ഒബ്ജക്റ്റിൻ്റെ കളറ് വളരെ തീക്ഷ്ണമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ വീഴുന്ന ആകാശത്തിൻ്റെ നീല നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാത്തത്. ഷാഡോ മിക്കവാറും ഒറ്റ ലെയറിൽ തന്നെ തീർക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് അല്പം വാല്യൂ കട്ട് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് രണ്ടാമതൊരു ലെയർ കൊടുക്കുകയാണ്. വാല്യൂ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റിൻ്റെ നിറം റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ സംബന്ധിച്ചൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ കാണാം. ഇവിടെയൊക്കെ ചെറിയൊരു ലെയർ വെച്ച് നമ്മൾ വാല്യൂ കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. വാട്ടർ കളറിൽ നമ്മൾ പേപ്പറിൽ വയ്ക്കുന്ന പെയിൻറ്റ് ഉണങ്ങിക്കഴിയുമ്പോൾ അത് വച്ച സമയത്തേക്കാൾ അല്പം അതിൻ്റെ ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡെപ്തും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് പേപ്പറിൽ നിന്ന് നനവ് പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിൽ രണ്ടാമതൊരു നേരത്തെ ലെയർ വെച്ചിട്ട് ആ വാല്യൂ കറക്റ്റ് ചെയ്യേണ്ടി വരും. ലൈറ്റർ ടോൺസ് വെച്ച് അതിൻ്റെ മുകളിൽ മിഡ് ടോൺസ് വെച്ച് അതിൻ്റെ മുകളിൽ ഡാർക്ക് ടോൺസ് വെച്ച് തീർക്കുക എന്നുള്ളതാണ് വാട്ടർ കളറിൻ്റെ ഒരു രീതി. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോകുക എന്നുള്ളതാണ് വാട്ടർ കളറിൻ്റെ ഒരു സഞ്ചാരം. ഈ ഒബ്ജക്റ്റിൽ നമ്മൾ അത്തരത്തിൽ ഡാർക്ക് ടോൺസ് വെച്ച് തീർക്കുമ്പോൾ ഇതിനൊരു 3D സ്വഭാവവും ആ ഒബ്ജക്റ്റിൻ്റെ മെറ്റീരിയലിൻ്റെ സ്വഭാവവും കൈവരുന്നതായിട്ട് കാണാൻ പറ്റും.
ഈ കുപ്പിയുടെ അടിഭാഗത്ത് ചില സ്ഥലത്ത് പേപ്പർ വെയിറ്റ് അങ്ങനെ തന്നെ വിട്ടിട്ടുള്ളതായി കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നതായും ആ ഭാഗത്തിന് ഒരു ഗ്ലാസിൻ്റെ സ്വഭാവം വന്നിട്ടുള്ളതായും കാണാം. നമ്മൾ ഈ ചിത്രം വരച്ചു കഴിഞ്ഞു. മറ്റൊരു സ്റ്റഡിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.